ലോക്കി ജീവിച്ചിരുന്നതൊക്കെ ആസ്കാരിലെ ദൈവങ്ങളൊപ്പമായിരുന്നു. ഓടിന്റെ ഒപ്പം തോറിന്റെ ഒപ്പം ആയിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളായിരുന്നില്ല ലോക്കി. അതെ, ലോക്കി ഒരു ഈസിർ ദൈവമായിരുന്നില്ല. പിന്നെ ആരായിരുന്നു ലോക്കി? പാർട്ട് 7 ഓഫ് നോർസ് മിത്തോളജി. ലോക്കി ഒരു യോട്ടുനായിരുന്നു. അതായത് ഫ്രോസ്റ്റ് ജൈന്റ് വംശത്തിൽ പെടുന്ന ഒരാളായിരുന്നു ഈ ലോക്കി എന്ന് പറയുന്നത്. എന്നിട്ടും അവൻ എങ്ങനെ ഈ തോറിന്റെ ഒപ്പം ഓടിന്റെ ഒപ്പം ആസ്കാരിൽ ജീവിച്ചിരുന്നെന്ന് അറിയോ? ലോക്കിക്കും ഓടിനും ഒരു അടുത്തൊരു ബന്ധം ഉണ്ടായിരുന്നു. പഴയ നോർസ് കഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോക്കിയും ഓടിനും എന്ന് പറയുന്നത് ബ്ലഡ് ബ്രദേഴ്സ് ആണെന്നുള്ളത്. പക്ഷേ ലോക്കി എന്ന് പറയുന്നത് മറ്റ് ഈസിർ ദൈവങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തനായിരുന്നു. കാരണം മറ്റ് ദൈവന്മാർക്കുള്ള ശക്തി എന്ന് പറയുന്നത് മസിൽസോ അല്ലെങ്കിൽ വെപ്പൺസോ ഒക്കെ ആയിരിക്കും. പക്ഷേ ലോക്കിയുടെ മെയിൻ പവർ എന്ന് പറയുന്നത് ബുദ്ധിയിലും അതുപോലെ തന്നെ കുസൃതി മാജിക്കിലും ഒക്കെ ആയിരുന്നു മെയിൻ പവർ ഉണ്ടായിരുന്നു ലോക്കിയുടെ. അതുപോലെ തന്നെ ലോക്കിക്ക് ഇഷ്ടമുള്ളപ്പോൾ രൂപം മാറാൻ വരെ കഴിവുണ്ടായിരുന്നു. മനുഷ്യനായിട്ടോ മൃഗങ്ങളായിട്ടോ എന്തായിട്ടും ലോക്കിക്ക് രൂപം മാറാൻ കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം ലോക്കി പെൺകുതിരയായി എങ്ങാണ്ട് കുറേ കുസൃതികളൊക്കെ കാണിച്ചിരുന്നു. അതായത് ഓടിന്റെ വാഹനം ഉണ്ട്, അതായത് 8 കാലിലൊരു കുതിരൻ്റെ ഓടിന്. അതിന്റെ അമ്മ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ലോക്കിയാണ്. പക്ഷേ ലോക്കിയുടെ കഥയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അവന്റെ 3 മക്കളാണ്. ഒന്നാമത്തതാണ് ഫെൻഡർ എന്ന് പറയുന്ന ഒരു ഭീമാകാരമായ ചെന്നായ. രണ്ടാമത്തത് യോർമുൺ ഗാണ്ടർ എന്നൊരു ഭീമാകാരമായ പാമ്പ്. പിന്നെ മൂന്നാമത്തതാണ് മരിച്ചവരുടെ ലോകമായിട്ടുള്ള ഹെൽഹൈം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽ. അപ്പോൾ ലോക്കിയുടെ ഈ 3 മക്കളുടെ കടപ്പ് കണ്ടപ്പോൾ തന്നെ ദേവന്മാർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു, ഇവരുടെ പോക്ക് ഭയങ്കര അപകടത്തിലാണെന്നുള്ളത്. അതുകൊണ്ട് ദേവന്മാർ ഈ 3 മക്കളെയും കൂടി എന്ത് ചെയ്തു? ലോക്കാക്കിയിട്ടു. ഇങ്ങനെയൊക്കെയാണ് ലോക്കിയും ദേവന്മാരും തമ്മിലുള്ള മെയിൻ പ്രശ്നങ്ങളുടെ ചെറിയൊരു തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഒരിക്കൽ ദേവന്മാരുടെ കൂടെ ജീവിച്ചിരുന്ന ലോക്കി പിന്നീട് എങ്ങനെയാണ് ദേവന്മാരുടെ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളുടെ ഒരാളായി മാറിയത്? അതിനുള്ള തുടക്കം എന്ന് പറയുന്നത് ബാൾഡർ എന്ന് പറയുന്ന ഒരാളുടെ മരണത്തോടു കൂടിയാണ്. അപ്പോൾ ആരായിരുന്നു ബാൾഡർ? അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ